കവിയൂർ പൊന്നമ്മയുടെ ദേഹവിയോഗം സംഭവിച്ചിരിക്കുകയാണല്ലോ. ഇനി പൊതുദർശനത്തിന് കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകാൻ ലിസി ഹോസ്പിറ്റലിൽ നിന്നും തയ്യാറെടുപ്പുകൾ നടത്തുന്ന ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഉച്ചയ്ക്ക് 12 മണിവരെ കളമശ്ശേരി ടൗൺ ഹാളിലായിരിക്കും പൊതുദർശനം നടക്കുക. അതിനുശേഷം ആലുവയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഷിനോജ് എസ് ടി ചേരുന്നുണ്ട്. ഷിനോജ്, പൊതുദർശനത്തിനായി കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോവുകയാണ് അല്ലേ? അതെ മോദി, ഒരു അരമണിക്കൂർ സമയം മാത്രമാണ് ഈ ലിസി ആശുപത്രിയിൽ യാത്രാഞ്ജലി അർപ്പിക്കാൻ സൗകര്യമുണ്ടായിരുന്നത്. അവിടെ നിന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കവിയൂർ പൊന്നമ്മയുടെ ലിസി ആശുപത്രിയിൽ അരമണിക്കൂർ സമയം മാത്രമാണ് പൊതുദർശനത്തിന് ഉണ്ടായിരുന്നത് എങ്കിൽ പോലും പല മേഖലയിലെ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ലിസി ആശുപത്രിയിലും എത്തിയത്. ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഷിനോജ് എസ് ടി തുടരുന്നുണ്ട്. ഷിനോജ്, 8:30 അവിടെ നിന്നും പൊതുദർശനത്തിനായി കൊണ്ടുപോകുമെന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. കൃത്യസമയത്ത് തന്നെ ഭൗതിക ശരീരം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ് അല്ലേ? കൃത്യസമയത്ത് തന്നെ ഇവിടെ നിന്ന് ഈ കളമശ്ശേരിയിലുള്ള ടൗൺ ഹാളിലേക്ക് ഈ മൃതശരീരം കൊണ്ടുപോകും. 9:30 അവിടെ പൊതുദർശനത്തിനുള്ള സമയം ക്രമീകരിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ, അതായത് അരമണിക്കൂർ സമയമാണ് ഈ ലിസി ആശുപത്രിയിൽ ഇത്തരത്തിൽ ഈ ആശുപത്രിയിലെ ജീവനക്കാർക്കും അതുപോലെ ഉള്ളവർക്കൊക്കെ ഈ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടിയുള്ള അവസരം ആയിരുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ കളമശ്ശേരിയിലുള്ള ടൗൺ ഹാളിലേക്ക് ഈ ഭൗതിക ശരീരം കൊണ്ടുപോകും. അവിടെ 9:30 മുതൽ 12 മണിവരെയാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി അവിടേക്കാണ് എത്തുക. ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ സുരേഷ് കൃഷ്ണയുണ്ട്, വിനു മോഹൻ, അങ്ങനെ ചുരുക്കം ചില താരങ്ങളാണ് നിലവിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളവരെല്ലാം തന്നെ എത്തുന്നത് ഈ കളമശ്ശേരിയിലുള്ള പൊതുദർശനം നടക്കുന്ന ടൗൺ ഹാളിലായിരിക്കും. അതിനുശേഷം 4 മണിക്കാണ് ആലുവയിലെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത്. അതിലും ഇപ്പോൾ ഈ കവിയൂർ പൊന്നമ്മയുടെ ഭൗതിക ശരീരം ഈ പൊതുദർശനത്തിന് വേണ്ടി ആലുവയിലുള്ള കളമശ്ശേരിയിലുള്ള ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കവിയൂർ പൊന്നമ്മയുടെ ഭൗതിക ശരീരം ഇപ്പോൾ അല്പസമയത്തിനകം, നിമിഷങ്ങൾക്കകം കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. അവിടെ 12 മണിവരെ പൊതുദർശനമുണ്ടാകും. തുടർന്ന് ആലുവയിലെ വസതിയിലേക്ക് കൊണ്ടുപോകും. അവിടെയും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമുണ്ട്. എന്നിട്ട് വൈകുന്നേരം 4 മണിക്കായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക.